ബഹുമാന്യായ അധ്യക്ഷൻ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ ജയപാൽ, സ്വാഗത പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി KP ബാലകൃഷ്ണൻ പൊതുവാൾ, വേദിയിലിരിക്കുന്ന എൻ്റെ നാട്ടുകാരനും നിങ്ങൾക്കൊക്കെ ബഹുമാന്യമായ പ്രിയപ്പെട്ട മേരി കുട്ടിയാജി, ഷജീർ അടക്കമുള്ള വേദിയിലിരിക്കുന്ന സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വൈകുന്നേരമായിരുന്നു വരേണ്ടത്. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഫാമിലി വിഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് എറണാകുളം പോകണം തന്നെ, അതും പോയിട്ടില്ലെങ്കിൽ പിന്നെ കിടക്കാപ്പോയിൽ സുഖം ഉണ്ടാവില്ല, അറിയില്ല നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വൈകുന്നേരത്തിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ എന്നെ മലപ്പുറക്കാരും മേരി കുട്ടിയാച്ചിയും ഷജീറൊക്കെ ഇങ്ങനെ പരിപാടി ഉണ്ട്, നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞ്. പിന്നെ നിങ്ങളെ പ്രസിഡന്റ് നിങ്ങളെല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കണ്ടേ. ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. ഒന്ന് തെരുവ് കച്ചവടം, ഇല്ല കച്ചവടം, എണ്ണക്കടി വിൽക്കുന്ന കച്ചവടം, അത് പാടില്ല. പിന്നെയാണെങ്കിൽ പഞ്ചായത്തുകാരെ ചെക്കിങ്, ആരോഗ്യവകുപ്പിൻ്റെ ഒരു ചെക്കിങ്, പിന്നെ കഴിഞ്ഞിട്ട് ഫുഡ് സേഫ്റ്റിൻ്റെ ഒരു ചെക്കിങ്, പിന്നെ എങ്ങനെ ഏർപ്പാട് നടക്കുക, അതൊക്കെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾ ഒരുപാട് നിലവാരത്തേക്ക് ഉയർന്നിട്ടുണ്ട്. പണ്ടത്തെ മാതിരിയല്ല, വൃത്തി വെടിപ്പും നന്നായിട്ടുണ്ട് അല്ലേ? അത് നമുക്കറിയാം. ഇപ്പോൾ ഒരു വാഷ്റൂം ആണെങ്കിലും മറ്റാണെങ്കിലും ഹോട്ടലിലെ ടേബിൾ ആണെങ്കിലും ഉണ്ട്. പണ്ടൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ തേച്ച് തുടച്ച് മിനിച്ച് അല്ലേ മേജ കുട്ടിയാജി അങ്ങനെ പോയില്ലേ? ഇപ്പം അങ്ങനെയല്ല. അപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹോട്ടൽ ഉഷാറാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം നിങ്ങളെല്ലാ ടാക്സും കൊടുക്കണം, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കണം. പക്ഷെ അപ്പുറത്ത് ചെയ്യുന്ന കച്ചവടത്തിന് ഇതൊന്നും ബാധകമല്ല, ഒന്നും ബാധകമല്ല. അപ്പോൾ റോഡ് ഇങ്ങനെ വീതി കൂട്ടിക്കാണ്ട് വരുമ്പോൾ അപ്പുറത്ത് ഒരു ഷെഡ് അടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കൂടി വലിച്ചു കെട്ടും. പിന്നെ അതൊരു സെറ്റപ്പായി. അപ്പോൾ അത് ശരി ഞങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. കാരണം അതിനൊരു നിയമം ഉണ്ടാകണമെന്നില്ല അഭിപ്രായക്കാരനാണ്. പിന്നെന്താ വെച്ചാൽ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുമ്പത്തൊക്കെ ഹോട്ടലിൽ പോയാൽ ഒരു ഹോട്ടൽ ഒരു സുഖീന് ഒരു പഴംപൊരി ഒരു പരിപ്പോട കിട്ടീന്. ഇപ്പോൾ ഏത് ഹോട്ടലിൽ കയറിയാൽ കിട്ടുക? ഞങ്ങൾ വലിയ ഹോട്ടലിൽ നമ്മൾ രണ്ടും വേണം വിശകലനം ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും വേണം നോക്കുക. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? പുറത്ത് നല്ല ചായ ഇട്ടും, നല്ലൊരു പൊടിച്ചായ ഇട്ടും, ഒരു പഴംപൊരി ഇട്ടും, ഒരു വട ഇട്ടും, ഒരു ഉന്നക്കായ ഇട്ടും, ഒരു സമൂസ ഇട്ടും. അപ്പം അങ്ങോട്ട് പോകും. അല്ല, അതിൻ്റെ ഒരു 2 ഭാഷയുണ്ട്. ഏത് ഹോട്ടൽ ചെറിയ ഞാൻ നാളെ ശ്രീകണ്ഠപുരത്തുനിന്ന് അരീക്കോട്ടക്ക് ഇരിക്കൂർന്ന് ഇങ്ങോട്ട് ഒരു യാത്ര ചെയ്തിട്ട് ഒരു ചായപ്പീടി നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല. പോരുന്ന വൈകിട്ട് 1.5 മണിക്കൂർ നോക്കുമ്പോൾ എവിടെയെങ്കിലും കയറി സാധാരണ എല്ലാവരും ഹോട്ടലിൽ എല്ലാം മന്തിൻ്റെ പോസ്റ്ററുള്ളൂ. അൽഫാം മന്തി കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ വൈകുന്നേരം കണ്ട് 7 മണി 6 മണിയായി ലൈവാണല്ലോ. അവർ ചായ ഇട്ടില്ല. അപ്പോൾ ആൾക്കാർ ദൈവം സ്വാഭാവികമായിട്ട് അവിടെ നിർത്തും. അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഹോട്ടൽ വേണം, നല്ല ഇതൊക്കെ ആണ്. പിന്നെ നമ്മൾ കേരളം പോലുള്ള ഒരു പ്രദേശത്താകുമ്പോൾ നമ്മളൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ പോകും, അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ പോകും. നല്ല ഹോട്ടലിൽ ഭക്ഷണം എവിടെയാണ് നല്ല ഹോട്ടലിൽ വെച്ചാൽ അവിടേക്ക് ആൾക്കാർ പോകും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളതുണ്ടാവും. മറ്റെന്ന് വെച്ചാൽ സാധാരണക്കാരനും ഇടത്തരക്കാരനൊക്കെ പോകും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണോ? ചെത്ത് കുട്ടികളല്ലേ, ഒരു മോട്ടോർ സൈക്കിൾ നിർത്തി 5 ആൾ 10 ആളാണ് നിർത്തിയിട്ട് അവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടാണ് പോകുന്നൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പം നമ്മളതും മനസ്സിലാക്കണം. നമ്മളെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ വാപ്പാരൊക്കെ എല്ലാ കാലത്ത് ആ പഴയ മട്ടത്ത് പോയിന്. ഇപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ ഒക്കെ പുതിയ ജനറേഷനാണ്. അപ്പോൾ ഓൾക്ക് വേറെ താല്പര്യമൊക്കെയാണ്. ഓൾക്ക് കഴിഞ്ഞ കാലങ്ങളൊന്നും അറിയില്ലല്ലോ, ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് അറിയില്ലല്ലോ. ഒരു വിരിച്ച് കിടക്കണ മക്കളാണ്. നമ്മൾ ഇത് നല്ല ഇതിൽ സെറ്റപ്പിൽ ഒക്കെ ആക്കി കൊണ്ടുവരുമ്പോഴാണ് ഒക്കെ. ഇപ്പോൾ അവിടെ മേജി കുട്ടിയാച്ചുണ്ട്. ഒരു 25 കൊല്ലം മുമ്പാണ് മലപ്പുറത്ത് മൂപ്പര് സൗദിയിൽ നിന്ന് കണ്ട് മലപ്പുറത്ത് പാലസ് ഹോട്ടൽ ഉണ്ടാക്കിയത്. അന്നാണ് ഈ ബ്രോസ്റ്റ് ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ. ഇന്നിപ്പോൾ എല്ലായിടത്തും ബ്രോസ്റ്റായി. അന്ന് ഒരു 5-6 കൊല്ലം മൂപ്പരായി അതിന് നല്ല മുതലാക്കുകയും ചെയ്ത് നല്ല കായ് ഉണ്ടാക്കുകയും ചെയ്തു. കാര്യം വേറെ വശം. എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇടപെട്ടെന്ന് 25 കിലോമീറ്റർ ആ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോയിക്കണം, നമ്മളെ പെങ്ങന്മാരെയും കുട്ടികളെയൊക്കെ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു മെച്ചങ്ങളുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് വിഷയമുണ്ട്. പക്ഷെ ഞാൻ ഈ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ സമൂഹത്തിനും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒക്കെ വേണ്ടി വാദിക്കുന്ന ആളാണ്. പ്രളയം ഉണ്ടായപ്പം വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും നഷ്ടം ഉണ്ടായപ്പോൾ അതിന് അവർക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. വ്യാപാരികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ കേരള നിയമസഭയിൽ ശക്തമായി ഞാൻ ആ പ്രളയത്തിനോടനുബന്ധിച്ച് 2018-ലെയും 2019-ലെയും പ്രളയം ഉണ്ടായപ്പോൾ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ കേൾക്കേണ്ടവർ കേൾക്കണ്ടേ, ഞാനെന്ത് ചെയ്യാനാ?
പിന്നെ ഇപ്പം വയനാട്ടിൽ ദുരന്തം വന്നു, മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തം വന്നു. എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി അതിന് ഒരു പുനരധിവാസത്തിന് വേണ്ടി ഫണ്ടുണ്ടാക്കി ഞങ്ങൾ ഒരു 10-37 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ് വെച്ചു. അതിൻ്റെ ഉപസമിതി കൺവീനറാണ് ഞാൻ. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഞങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവിടെ കച്ചവടക്കാർ വ്യാപാരി വ്യവസായക്കാർ കണക്ക് തന്നു, എത്ര, ഒരു 37 ആൾക്കാർ. അപ്പോൾ ഓരോ അവധിയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റൂലല്ലോ പറഞ്ഞു. അപ്പോൾ ചെറിയ മക്കാനി, ചെറിയ ഹോട്ടലുകാരുണ്ട്, ചെറിയ ടൈലർ ഷോപ്പുണ്ട്, നമ്മളെല്ലാവർക്കും കൂടി 57 ആൾക്ക് നമ്മളെ പാർട്ടി ഓർക്ക് 50,000 രൂപ ക്യാഷ് ആയിട്ട് പണമായിട്ട് നമ്മളാണ് കൊടുത്തു. അറിയാം, ഞങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പാർട്ടി ദുരിതം അനുഭവിച്ച കച്ചവടക്കാർക്ക് പണം കൊടുത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. 15,000 രൂപ മറ്റുള്ളവർക്കും കൊടുത്തു, 50,000 രൂപ കച്ചവടക്കാർക്ക് മുഴുവൻ കൊടുത്തു. അപ്പോൾ പ്രയാസം നമുക്കറിയാം. പിന്നെ കച്ചവടക്കാർക്ക് ആണ്, നിങ്ങൾക്ക് പിന്നെ എല്ലാവരും ദാനം നമ്മളിൽ നല്ല കായുണ്ടായി. എനിക്കറിയില്ല എല്ലാവരും സ്ഥിതി, ഒക്കെ ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇല്ല പത്രാസിൽ ഇങ്ങനെ പോകാന്നല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ ഒരു വ്യവസായമായി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുണ്ട്. ഹോട്ടലിൻ്റെ ഒരു വ്യവസായം അംഗീകരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, തെരഞ്ഞെടുപ്പ് വരല്ലേ, ചിലപ്പോൾ നമ്മളൊക്കെ വന്നെന്ന് വരും, അതിന് നിങ്ങളും കൂടി കഴിഞ്ഞാൽ മതി, എന്നാലേ നടക്കുള്ളൂ. കൈറ്റടിച്ചിട്ട് ഇങ്ങനെ കാര്യമില്ല, കുത്തുമ്പോൾ അവനാണ് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെ മൊഞ്ചാക്കാൻ കൈയടിച്ചിട്ട് കാര്യമില്ലേ. ആ ബൂത്ത് പോകുമ്പോൾ ഒന്നും ഒരു മാറ്റം ഉണ്ടായിക്കോട്ടെ, എന്നാലേ നടക്കുള്ളൂ. ഇതിന് പല ആശയക്കാരുണ്ടാവും, നിങ്ങൾക്കും നല്ലത്, എൻ്റെ എതിർ ആശയക്കാർക്കും നല്ലത്, ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ നല്ലത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിനും ഒക്കെ നിങ്ങൾക്ക് സഹകരണം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ, ഞാൻ രാഷ്ട്രീയം പറയില്ല, പക്ഷെ നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പിന്നെ തോന്നില്ലത് വേസ്റ്റാണ്. വേസ്റ്റ് ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. വേസ്റ്റ് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അത് ഒരു കാണണം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പിന്നെ ഒരു IAS ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു രേഖത്തിൽ 300 ടണ്ണ് 400 ടണ്ണ് വേസ്റ്റ് സംസ്കരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള അതിനുള്ള സംവിധാനം സർക്കാർ കണ്ടാൽ മാത്രമേ കേരളത്തിലെ ടൂറിസ്റ്റുകളും മറ്റുള്ളവരോടും വരാൻ സാധിക്കുള്ളൂ. അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നാകണം എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ B അശോകറിന് IAS ഓഫീസർ എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 പ്രോജക്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്, വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ പദ്ധതിയിലൊക്കെ ഉണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഒരു കൂട്ടായ്മ, കേരളത്തിലെ എല്ലാ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മ 2-3 ദിവസമായിട്ട് ഇന്നലെ ഇന്നും നാളെയായിട്ട് ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചാൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ സംഘാടകരെയും എല്ലാവരെയും അഭിനന്ദനം കൊടുക്കുക. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ജനപ്രതിനിധിക്ക് ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. നമ്മുടെ പ്രിയങ്കരനായ MLA സ്നേഹാദരവ് കൊടുക്കുകയാണ്.